ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഒരു ക്രാഫ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ എനിക്കങ്ങനെ അത്ര ഇഷ്ടമില്ലാത്തൊരു സാധനമാണ് ഈ ക്രാഫ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഞാനങ്ങനെ ക്രാഫ്റ്റ് ചെയ്യാറുമില്ല, എന്നെക്കൊണ്ട് ചെയ്യിപ്പിക്കാറുമില്ല. പിന്നെ ജേർണലിങ് ചെയ്യണമെന്നുള്ള ആഗ്രഹത്തോടെയാണ് ഞാൻ ഈ ഒരു സംഭവം ചെയ്തത്. പിന്നെയാണ് ഓർത്തത് ജേർണലിങ്ങിന് സെറ്റ് ഉണ്ടല്ലോ എന്ന്. അത് ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് അൺബോക്സിങ് ചെയ്യുന്നത് വഴിയേ വരും. 2 ഗ്ലാസ് മതിയിട്ട് നമുക്ക് ഈ ഒരു സാധനം ഉണ്ടാക്കാൻ. അപ്പം ഞാൻ 2 ഗ്ലാസ് സെലക്ട് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ കളർ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇതിൻ്റെ കളറൊന്ന് ചേഞ്ച് ചെയ്താലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 കളർ സെലക്ട് ചെയ്തു. ഈ 2 എണ്ണത്തിൽ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ബേബി പിങ്കാണ്. ഈ ബേബി പിങ്കും പിന്നെ എന്താണ് എൻ്റെ പേര് അക്വ ബ്ലൂ എന്ന് പറയുന്ന ഈ ഒരു പെയിൻറ്റുമാണ് ഞാൻ സെലക്ട് ചെയ്തത്. ഉടനെ തന്നെ പെയിൻറ്റിങ് തുടങ്ങാം. എന്നിട്ട് പാർട്ട് 2 എന്തായാലും ബാക്കി വരത്തുള്ളൂ, ഇതിൻ്റെ ഫിനിഷ് ലുക്കും ബാക്കിയുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പൊക്കെ. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ട് 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഞാൻ കത്രിക എടുക്കാൻ പോയതാണ്. 2 കപ്പല്ല കേട്ടോ, 3 എണ്ണം വേണം. ഞാനിതിൽ 2 എണ്ണം പെയിൻറ്റ് ചെയ്തെടുക്കും. അതിൽ കുറച്ച് ഇതൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കത് വഴിയേ കാണാം. അപ്പോൾ ഗൈസ് കാർഡ്ബോർഡ് അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ ഈ ഒരു ഐസ്ക്രീം സ്റ്റിക്ക് ഒക്കെ വേണ്ടി വരും. കാരണം ഇതങ്ങനത്തെ ഒരു ടൈപ്പാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഡസ്റ്റ്ബിൻ എന്ന് പറയുമ്പോൾ കുറച്ച് മോഡേൺ ആണ് ഗൈസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് തന്നെ ബേബി പിങ്ക് എടുത്തിട്ടുണ്ട്. ചെറിയ ബ്രഷായിരുന്നു ഞാൻ ഫസ്റ്റ് എടുത്തത്, അത് തികയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വലിയ ബ്രഷ് എടുത്തു ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്ക് വൈകാതെ തന്നെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഗൈസ് ഫസ്റ്റ് തന്നെ ഞാൻ ബേബി പിങ്ക് ഉദ്ഘാടനം ചെയ്തു. അതിന് പൊക്കത്ത് കൂടെ ഞാൻ എന്ത് ചെയ്തു, വേഗം തന്നെ ഫസ്റ്റ് ലെയർ കോട്ടിങ് കൊടുത്തു. ഇതിൻ്റെ തുമ്പത്തായിട്ടൊന്ന് കൊടുത്താലോ എന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ 2x സ്പീഡിലാണ് കാണിച്ചത്, കാരണം സമയം കിട്ടുന്നില്ല ഗൈസ്. ഓക്കെ, ഇപ്പം ഞാനിവിടെ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ പോലും ഞാനിവിടെ ഇരുന്നിട്ട് ഈ ബാക്കി പരിപാടികൾ സെറ്റാക്കുകയാണ്. കാരണം ഇനി അടുത്ത വീഡിയോ എടുക്കുമ്പോഴത്തേക്കും എനിക്കിതൊക്കെ ഒന്ന് സെറ്റാക്കണ്ടേന്ന് ഓർത്തിട്ട്. അപ്പോൾ ഗൈസ് ഇതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ വീട്ടിൽ കാർഡ്ബോർഡ് ഉണ്ടെങ്കിൽ മാത്രം ചെയ്യുക. ഞാനിപ്പോൾ കാർഡ്ബോർഡ് ഇല്ല, എന്നിട്ട് എൻ്റെ പെയിൻറ്റിങ് ബ്രഷിൻ്റെ ആ ഒരു സാധനത്തിൽ നിന്നാണ് എടുത്തേക്കുന്നത്. ഇതുണ്ടാക്കാൻ വലിയ പാടൊന്നുമില്ല. ഇത്ര സിമ്പിളായിട്ടുള്ളൊരു സാധനം ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അപ്പോൾ ഗൈസ് ഈ ഒരു വീഡിയോൻ്റെ ബാക്കി പോർഷൻ അടുത്ത വീഡിയോയിൽ വരുന്നതാണ്. കാരണം ഈ വീഡിയോയിൽ തികയത്തില്ല. അപ്പോൾ ഗൈസ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയും ബൈ ബൈ, സ്വീറ്റ് ഡ്രീംസ്, ടാറ്റാ. അയ്യോ ഗൈസ് സോറി, സ്വീറ്റ് ഡ്രീംസ് ഒക്കെ എന്തിനാണല്ലേ. അപ്പോൾ ഇതിൻ്റെ ബാക്കി വീഡിയോ പാർട്ട് 2 വരുന്നതാണ്. അതുവരെയും ബൈ, ടാറ്റാ. ഓക്കെ, ബൈ.